80കളുടെ തുടക്കത്തിലാണ് മലയാള സിനിമാ സംഗീതത്തിൽ ഒരു ചെറിയ മാറ്റം വരുന്നത്. അതുവരെ ഈ ക്ലാസിക്കൽ ബേസ്ഡ് പാട്ടുകളും ഫോക്കുമായിട്ടൊക്കെ നമ്മൾ ഇണങ്ങുന്ന മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ഒരു പാശ്ചാത്യ സംഗീത ശൈലിയിലേക്ക് തിരിഞ്ഞ ഒരു കാലമാണ്. 80കളുടെ തുടക്കമാണ്. 70കളുടെ അവസാനവും 80കളുടെ തുടക്കമാണ്. അതിൽ പ്രധാന കാരണക്കാർ രണ്ട് സംഗീതജ്ഞരാണ്, ശ്യാമും കെ ജെ ജോയി. ഇവർക്ക് രണ്ടുപേർക്കും ധാരാളം പടങ്ങളുണ്ടായി. അപ്പോൾ അവർ രണ്ടുപേരുടെ ശൈലി, അവർ ട്യൂൺ കൊടുത്ത് പാട്ടെഴുതിക്കുന്ന രീതിയിലേക്ക് മലയാള സിനിമ മാറുന്നതിനൊരു കാലഘട്ടം. അപ്പോൾ ശ്യാമാണ് എൻ്റെ ഇടിമുഴക്കത്തിൻ്റെ സംഗീത സംവിധായകൻ. അതുകൊണ്ട് ഈ കാലം തെളിഞ്ഞു പാടം കനിഞ്ഞു എന്നുള്ള വലിയ ഹിറ്റായ പാട്ട് ട്യൂൺ വെച്ച് എഴുതിയതാണ്. ശ്യാം ട്യൂൺ തന്നു, ട്യൂൺ വെച്ചിട്ട് ഞാൻ എഴുതിയ പാട്ടാണ്. കാലം തെളിഞ്ഞു പാടം കനിഞ്ഞു, കള്ളി നിൻ്റെ കളിചീരി പോലെ, തുമ്പപ്പൂക്കൂനെ കൂട്ടി തുമ്പതുള്ളി ഓണമെത്തും, അരവയർ നിറവയറാകുമ്പോൾ എനിക്കും നിനക്കും കല്യാണം. കാലം തെളിഞ്ഞു പാടം കനിഞ്ഞു കള്ളി നിന്റെ കളിച്ചിരി പോലെ, കാലം തെളിഞ്ഞു പാടം കനിഞ്ഞു കള്ളി നിന്റെ കളിച്ചിരി പോലെ, പൊന്നരളിപ്പൂ നിരത്തി പൊന്നോണം വിരുന്നു വരും, പൊന്നരളിപ്പൂ നിരത്തി പൊന്നോണം വിരുന്നു വരും, അരവയർ നിറവയറാകും എനിക്കും നിനക്കും കല്യാണം. ഗിരീഷ് പുത്തഞ്ചേരിക്ക് എന്നെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ എന്നോട് തുറന്നു പറയും, ഞാൻ ചേട്ടനാണ് എൻ്റെ ഗുരു. രവീന്ദ്രൻ പറയുമായിരുന്നു. രവീന്ദ്രൻ ഞാനും കൂടെ പ്രവർത്തിക്കുമ്പോൾ രവീന്ദ്രൻ പറയും, തമ്പി സാറിൻ്റെ പാട്ടുകളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഗിരീഷിൻ്റെ ഇരുന്ന്. ഗിരീഷ് തമ്പി സാറിൻ്റെ പാട്ട് പാടും, പാട്ടിൽ എന്നെ അർത്ഥം പറഞ്ഞ് കേൾപ്പിക്കുക. അപ്പോഴാണ് ഇങ്ങനെ അർത്ഥമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഗിരീഷ് പോയറ്റായതുകൊണ്ട് ഗിരീഷ് അതിൻ്റെ ഒരു വിവിധ തലങ്ങളിൽ അതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എൻ്റെ പാട്ടുകൾ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടിരുന്ന എൻ്റെ അനിയനാണ് ഗിരീഷ് പുത്തഞ്ചേരി. കതിർമഴയിൽ കുളിച്ചൊരുങ്ങി കണിമലരേവാ, കവിഞ്ഞൊഴുകും തേൻകുടമായി നിറഞ്ഞുലഞ്ഞുവാ, കതിർമഴയിൽ കുളിച്ചൊരുങ്ങി കണിമലരേവാ, കവിഞ്ഞൊഴുകും തേൻകുടമായി നിറഞ്ഞുലഞ്ഞുവാ, പുതുമഴ കുളിർമണി വിതറുമ്പോ എനിക്കും നിനക്കും കല്യാണം. കാലം തെളിഞ്ഞു പാടം കനിഞ്ഞു കള്ളി നിന്റെ കളിച്ചിരി പോലെ, പൊന്നരളിപ്പൂ നിരത്തി പൊന്നോണം വിരുന്നു വരും, അരവയർ നിറവയർ